ശ്രദ്ധയെത്തിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്ന് തരുവീൻ, ഞാൻ അതിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമുക്കിന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്നത്. നീതിയുടെ വാതിൽ. ആമേൻ. ഈ ഭൂമിയിൽ അനേക വാതിലുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അനീതിയുടെ വാതിലുകൾ, പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ വാതിലുകൾ, ആമേൻ. വേദനയുടെ വാതിലുകൾ, ആമേൻ. പങ്കപ്പാടിൻ്റെ വാതിലുകൾ, ഹല്ലേലൂയ, ആമേൻ. പരിഹാസത്തിൻ്റെ വാതിലുകൾ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പറയാൻ ഒത്തിരി വാതിലുകൾ ഈ ഭൂപരപ്പിൽ ഒരു ദൈവ പൈതലിൻ്റെ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ നേരെ ഒത്തിരി വാതിലുകൾ തുറന്നു വയ്ക്കും. പക്ഷേ ഇന്ന് പകലിൽ ഇവിടെ വേദാംശം വിളിച്ചു പറയുന്നത്, നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ. ഒരു ഭക്തൻ്റെ കണ്ണുനീരാണ്, അല്ലെങ്കിൽ നിലവിളിയാണ്, പ്രാർത്ഥനയാണ്. എനിക്കൊരു നീതിയുടെ വാതിൽ ഇന്ന് പകൽക്കാലം തുറന്നു തന്നാൽ, സ്തോത്രം, ഞാൻ അതിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂതാണ് കേട്ടോ. ഞാൻ അതിൽ കൂടി കടന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതിൽ കൂടി? ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരുന്ന വാതിൽ കൂടി ഞാൻ കടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നീ ദേശത്തിൻ്റെ മേൽ തുറന്നു വയ്ക്കുന്ന വാതിലുണ്ടല്ലോ, ആമേൻ, ആ വാതിൽ, ആമേൻ, നീതിയുടെ വാതിലായിരിക്കട്ടെ. സ്തോത്രം, ആമേൻ. ഇന്ന് നിന്റെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന വാതിൽ, ചിലപ്പോൾ നീ വിചാരിക്കും, ആമേൻ, ഈ വാതിൽ, ആമേൻ, എനിക്ക് വേദനാജനകമുണ്ടാക്കുന്ന വാതിലാണ് എന്ന്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ, നീതിയുടെ വാതിലിനായി പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽക്കാലം താല്പര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. താല്പര്യമുണ്ടെങ്കിൽ മുഴങ്കാൽ മടക്ക്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ കർത്താവ് നീതിയുടെ ദൈവമാണ്, ന്യായത്തിൻ്റെ ദൈവമാണ്. നിനക്ക് നീതി കിട്ടുന്നില്ലയോ? നീ ഇന്നും കണ്ണീരിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നീതിയുടെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ, സ്തോത്രം. നീതിയുടെ വാതിൽ എന്ന് പറയുമ്പോൾ, ആമേൻ, അനീതി അതിനകത്തില്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. നീതിമാന്മാർ അതിൽ കൂടി കടക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കണ്ടോ, ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വയ്ക്കും. ആർക്കും അടച്ചുകൂടാത്ത വാതിൽ. ആമേൻ, സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു വാതിൽ, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും, അവൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തും. ഇത് ഞാൻ തുറന്നു വച്ച വാതിലാ. എന്നാൽ വേദപുസ്തകത്തിനകത്ത് അനേക വാതിലുകൾ, ദുർമാർഗത്തിൻ്റെ വാതിലുകൾ, വേദന ജനകമുണ്ടാക്കുന്ന വാതിലുകൾ, ഭക്തന്മാർക്ക് നേരെ തുറന്നു വച്ച അനേക വാതിലുകളുണ്ട്. വശീകരണത്തിൻ്റെ വാതിലുകൾ, പീഡകളുടെ വാതിലുകൾ, കഷ്ടതയുടെ, കയ്പുകാടിയുടെ വാതിലുകൾ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒത്തിരി വാതിലുകൾ ഈ കാലഘട്ടങ്ങളിൽ തൻ്റെ ഭക്തന്മാർക്ക് നേരെ തുറന്നു വയ്ക്കുമ്പോൾ ഇവിടെ വിളിച്ചു പറയുന്നു, നീതിയുടെ വാതിലുകൾ എന്ത് ചെയ്യണം? എനിക്കായി തുറന്നു തരുവീൻ. ഒരു വെമ്പലോടെ അവിടെ വിളിക്കുകയാണ്. സ്തോത്രം. 16 വാക്യം പറഞ്ഞു, യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ആമേൻ, സ്തോത്രം. ദൈവമേ, നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ അടഞ്ഞുകിടന്ന ചില അധ്യായങ്ങൾ കർത്താവ്, ആമേൻ, ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. കാരണം ദൈവത്തിന് ഇന്ന് പകൽക്കാലം നിന്നെ ഒത്തിരി സ്നേഹമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആദരിക്കുന്ന ദൈവം. ഈ പകലിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാം